നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. പ്രദക്ഷിണത്തിൽ ഇന്ന് 2025 പൂരാട നക്ഷത്രത്തിൻ്റെ പുതുഫലങ്ങളാണ് വിവരിക്കുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ധനുരാശിയിലായി കാണപ്പെടുന്ന പൂരാട നക്ഷത്രക്കാർ ഏത് കഠിനമായ സാഹചര്യത്തിലും അതിശയകരമായ ക്ഷമ പ്രകടിപ്പിക്കുന്നവരാണ്. കാര്യങ്ങളെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു സവിശേഷതയാണ്. സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന പൂരാട നാടുകാരോട് മറ്റുള്ളവർക്ക് ഒരു പ്രത്യേക പ്രതിപത്തി ഉണ്ടാവും. മറ്റുള്ളവരുടെ ഉപദേശവും നിർദ്ദേശവും സ്വീകരിക്കാത്ത പൂരാട നക്ഷത്രക്കാർക്ക് സ്വന്തം കഴിവിൽ അങ്ങേയറ്റം വിശ്വാസവും ഉണ്ടായിരിക്കും. എന്നാൽ ഇക്കാരണം കൊണ്ട് തന്നെ ഇവരുടെ പല തീരുമാനങ്ങളും അബദ്ധങ്ങളായി തീരാറുമുണ്ട്. ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായും കൃത്യനിഷ്ഠയോടും ചെയ്യുന്നത് മൂലം തൊഴിലിൽ ഉന്നത സ്ഥാനത്തെത്തുന്നവരായിരിക്കും ഈ നാളുകാർ. മാതാപിതാക്കളിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ സഹോദരങ്ങളിൽ നിന്നാണ് ഇവർക്ക് കൂടുതൽ സഹായങ്ങൾ കിട്ടുക. എന്തു ചെയ്താലും മറ്റുള്ളവരിൽ നിന്നും വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നവരാണ് പൂരാട നക്ഷത്രക്കാർ. പണം ധൂർത്തടിക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കാത്ത ഇവർ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവരോട് സഹാനുഭൂതി കാണിക്കുകയും ചെയ്യുന്നവരാണ്. ചിലവേറിയ സുഖസൗകര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും പൂരാട നാടുകാർ. പൂരാട നാളിൽ ജനിച്ച സ്ത്രീകൾ ബുദ്ധിമതികളും ഗൃഹഭരണത്തിൽ താല്പര്യമുള്ളവരും വളർത്തുമൃഗങ്ങളെ ഇഷ്ടപ്പെടാത്തവരും മേധാവിത്വ സ്വഭാവം കാണിക്കുന്നവരുമായിരിക്കും. 2025 വർഷാരംഭത്തിൽ ശനി ഇവരുടെ 3-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 3-ാം ഭാവത്തിലെ ശനി സർവ്വവിധ ഗുണങ്ങളും പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ്. കൃഷിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കുന്നതാണ്. തൊഴിലിൽ ഉയർച്ചയുണ്ടാകും. സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പ്രതീക്ഷിക്കാം. മേലധികാരികളുടെ ഇച്ഛയ്ക്കനുസൃതമായി പ്രവർത്തിക്കുവാൻ സാധിക്കും. വിദേശ യാത്രകൾ സഫലമാകും. ഈ വർഷം ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് സാധിക്കും. എന്നാൽ വേണ്ടത്ര ആലോചനയില്ലാതെ പ്രവർത്തിക്കുന്നതിലൂടെ ചിലപ്പോൾ നഷ്ടങ്ങൾ വന്നു ചേരാം. ചിലവുകൾ വർദ്ധിക്കുന്നതാണ്. കൂട്ടു ബിസിനസ്സിൽ നിന്നും പിന്മാറിക്കൊണ്ട് സ്വന്തമായി ബിസിനസ് തുടങ്ങും. മെയ് മാസം വരെ ദേവഗുരുവായ വ്യാഴം 6 സഞ്ചരിക്കുന്നതിനാൽ പ്രതികൂല ഫലങ്ങൾ ഉളവാകുന്നതാണ്. സന്താനങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. മാർച്ച് അവസാനത്തോടെ ഇവർക്ക് കണ്ടകശനി തുടങ്ങുകയാണ്. മാനസികമായ പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും. കഷ്ടപ്പാടുകളും കുടുംബത്തിൽ സമാധാനക്കുറവും ഉണ്ടാകും. സഹപ്രവർത്തകരുമായും സുഹൃത്തുക്കളുമായും അഭിപ്രായ ഭിന്നതകളും അതുമൂലം വാക്കുതർക്കങ്ങൾ ഉണ്ടായേക്കാം. ഉദര സംബന്ധമായ രോഗങ്ങൾ അലട്ടുന്നതാണ്. ക്ലേശങ്ങൾ വർദ്ധിച്ചു വരും. എന്നാൽ വ്യാഴം 7-ാം ഭാവത്തിലേക്ക് മാറുന്നതോടുകൂടി ദൈവാധീനം പ്രകടമാകുകയും കുടുംബസൗഖ്യമുണ്ടാകുകയും ചെയ്യും. വീട്, വസ്തു എന്നിവയുടെ കൈമാറ്റത്തിലൂടെയും മറ്റും ആദായമുണ്ടാകും. പുതിയ പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതാണ്. വ്യാഴമാറ്റം ഇവർക്ക് ഗുണം ചെയ്യുന്നു. നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ സാധിക്കും. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ നൂതന മാർഗങ്ങൾ ആവിഷ്കരിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും സാധിക്കും. കടബാധ്യതയിൽ നിന്നുമൊക്കെ മോചനം ലഭിക്കും. അത്യാവശ്യ ഘട്ടങ്ങളിൽ ബന്ധുക്കളുടെ സഹായം ഉണ്ടാകുന്നതാണ്. ധനസംബന്ധമായ നഷ്ടങ്ങൾ ഉണ്ടാകാതെ നോക്കണം. പണമിടപാടുകളിൽ സജീവ ശ്രദ്ധ പുലർത്തണം.
വിലപിടിപ്പുള്ള വസ്തുവകകൾ മോഷണം പോയേക്കാം. മെയ് മാസത്തിന് ശേഷം രാഹു അനുകൂല ഭാവത്തിലേക്ക് വരുന്നത് പൂരാട നാളുകാർക്ക് ഗുണകരമാണ്. പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും തൊഴിൽ രംഗത്ത് കൂടുതൽ മികവോടെ പ്രവർത്തിക്കുവാനും സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ വർഷം വളരെ അനുകൂലമാണ്. പഠനകാര്യങ്ങളിൽ കൂടുതൽ മികവുണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് പഠിച്ച മേഖലയിൽ തന്നെ ജോലി ലഭിക്കുന്നതാണ്. വർഷത്തിൻ്റെ മധ്യത്തിന് ശേഷം വ്യാപാര രംഗത്ത് ഉയർച്ച ഉണ്ടാകും. സമൂഹത്തിലെ ഉന്നത വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കും. പൊതുപ്രവർത്തകർക്ക് അംഗീകാരങ്ങളും നല്ല നല്ല പ്രവർത്തനങ്ങളിലൂടെ പൊതുജന സമ്മതിയും ഉണ്ടാകും. ആഡംബര വസ്തുക്കൾക്കായി ഈ വർഷം പണം അധികമായി ചെലവഴിക്കും. യാത്രകളിലൂടെയൊക്കെ നേട്ടങ്ങളുണ്ടാകും. കുടുംബ സൗഖ്യം കുറയുകയും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏറി വരികയും ചെയ്യുന്നതാണ്. കഠിനാധ്വാനത്തിലൂടെ സാമ്പത്തികമായ പ്രതിസന്ധികളെ ഏറെക്കുറെ മറികടക്കും. ഈ വർഷം ഉറ്റ ബന്ധുക്കളുടെ വിയോഗമുണ്ടായേക്കാം. വർഷാവസാനത്തോടെ കുടുംബസൗഖ്യം വർദ്ധിക്കുകയും സാമ്പത്തിക പരാധീനതകൾ ഇല്ലാതാകുകയും ചെയ്യുന്നതാണ്. സ്വപ്രയത്നത്തിലൂടെ ഈ വർഷം ഒട്ടനവധി കാര്യങ്ങൾ നേടിയെടുക്കുവാൻ പൂരാട നാളുകാർക്ക് സാധിക്കുന്നതാണ്. കുടുംബസ്വത്ത് കൈവശം വന്നു ചേരും. മനസ്സിൽ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഈ വർഷം നേടിയെടുക്കുവാൻ സാധിക്കും. കലാകാരന്മാർക്കും മറ്റും അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. പൂരാട നാളുകാരുടെ ഭാഗ്യദേവതകൾ മഹാലക്ഷ്മിയും ദുർഗയുമാണ്. പൂരാട നക്ഷത്രക്കാർ ചന്ദ്രൻ, രാഹു, ശനി എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുക വഴി ദോഷങ്ങളകന്ന് ജീവിതം ഐശ്വര്യപൂർണ്ണമാകുന്നതാണ്. കൂടാതെ പൂരാടം, ഭരണി, പൂരം നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ തൊഴുത് പ്രാർത്ഥിക്കുന്നതും ശുക്രനെയും മഹാലക്ഷ്മിയെയും അന്നപൂർണേശ്വരിയെയും പൂജിക്കുന്നതും ദോഷങ്ങൾ അകറ്റുന്നതാണ്. അതുപോലെ തന്നെ രാശ്യാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. വിഷ്ണു ക്ഷേത്രങ്ങളിൽ തൊഴുത് പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമം നാമജപം നടത്തുന്നതും ഉത്തമമായി പറയുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.